ഹായ് ഫ്രണ്ട്സ്, മണി പ്ലാന്റ് പോലെ ഹാങ്ങിങ് ബോട്ടിലും അതുപോലെ സ്റ്റിക്കിലും ഒക്കെ വളർത്താൻ പറ്റുന്ന മനോഹരമായ ഒരു പ്ലാന്റാണ് പേപ്പർ പ്ലാന്റ്. മണി പ്ലാന്റ് പോലെ അത്രയ്ക്ക് ഈസി അല്ലെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്കും മണി പ്ലാന്റ് പോലെ ഈസിയായി വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് പേപ്പർ പ്ലാന്റ്. അപ്പോൾ ഇതിൻ്റെ പല വെറൈറ്റീസും ഉണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ 3 വെറൈറ്റീസാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ കുരുമുളകും വെറ്റിലയൊക്കെ പോലെയുള്ള പേപ്പർ വിഭാഗത്തിൽപ്പെട്ട പ്ലാന്റ് ആണെങ്കിലും ഇത് ഓർണമെൻ്റൽ പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ ലീഫിൽ ഒരുപാട് വെറൈറ്റീസ് ഉള്ള പ്ലാന്റ്സുകളുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ 3 വെറൈറ്റീസാണുള്ളത്. അപ്പോൾ നമുക്കതിൻ്റെ കെയറിങ്ങും അതിൻ്റെ പോട്ടി മിക്സും ഒക്കെ ഒന്ന് നോക്കാം. അപ്പോൾ അതിനായി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 10 ഇഞ്ചിൻ്റെ ടെറാക്കോട്ട പോട്ടാണ്. അപ്പോൾ പ്ലാസ്റ്റിക്കിനെ അപേക്ഷിച്ച് ടെറാക്കോട്ട പോട്ടാണ് പേപ്പർ പ്ലാന്റിന് കുറച്ചുകൂടെ ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം കുറച്ച് തണുപ്പും ഈർപ്പും ഒക്കെ അതിന് നിലനിൽക്കുന്നത് കൊണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ചട്ടിയുടെ ഹോള് ക്ലിയർ ചെയ്യണം. കാരണം വെള്ളം നന്നായിട്ട് വാർന്നു പോകണം. അതുപോലെ ലൂസായിട്ടുള്ള ഒരു പോട്ടി മിക്സാണ് ഇതിനും വേണ്ടിയത്. അപ്പോൾ അതിനായി ഞാൻ മണ്ണും മണൽ പിന്നെ ചാണകപ്പൊടി ഇതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ കമ്പോസ്റ്റാണ്. കാരണം രോഗങ്ങൾ കുറവായിരിക്കും. അതുപോലെ ചകിരിച്ചോറോ അല്ലെങ്കിൽ ഉമിയോ അല്ലെങ്കിൽ കരിയിലപ്പൊടിയോ ഇതിൽ 3-ൽ ഏതെങ്കിലും ഒന്ന് ചേർക്കാവുന്നതാണ്. അതുപോലെ വേപ്പിൻ പിണ്ണാക്ക്, ചാർക്കോല്, പെർലൈറ്റ്. അപ്പോൾ പെർലൈറ്റ് ഇല്ലാത്തവർക്ക് സാൻഡ് കുറച്ചും കൂടെ ചേർത്താലും മതിയാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ 10 ഇഞ്ചിൻ്റെ പോട്ടി മിക്സിലേക്ക് 1/2 ടീസ്പൂൺ ഫംഗിസൈഡും കൂടെ മിക്സ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ സാഫാണ് മിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ പോട്ടി മിക്സ് എല്ലാം മിക്സ് ചെയ്ത് നേരത്തെ വച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ മിക്സ് ചെയ്യുന്നത് കാണിക്കാൻ പറ്റാഞ്ഞത്. ഞാൻ മുൻപേ തന്നെ ലൂസായിട്ടുള്ള ഒരു പോട്ടി മിക്സ് എപ്പോഴും തയ്യാറാക്കി ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് ഏത് പ്ലാന്റാണോ കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ ആ പ്ലാന്റിനനുസരിച്ച് എന്തെങ്കിലും മാറ്റം വരുത്തും. എന്തെങ്കിലും എക്സ്ട്രാ ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാറാണ് പതിവ്. അപ്പോൾ പ്ലാന്റ്സ് നടാനുള്ള എളുപ്പത്തിന് വേണ്ടി അതുപോലെ പോട്ടി മിക്സ് മുൻപേ തന്നെ റെഡിയാക്കി ഇടുന്നത് കുറച്ചും കൂടെ നന്നായിരിക്കും. ഫെർട്ടിലൈസറൊക്കെ ചേർത്ത് നന്നായി അടച്ചിട്ടിരിക്കുന്ന ഈ മണ്ണിലേക്ക് സൂക്ഷ്മജീവികളൊക്കെ വന്നിട്ട് മണ്ണ് നല്ല വളക്കൂറുള്ള മണ്ണായി മാറും. അപ്പോൾ ലൂസായിട്ടുള്ള പോട്ടി മിക്സ് എങ്ങനെയെന്ന് ഞാൻ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ പേപ്പർ പ്ലാന്റിന് ഒരു സ്റ്റിക്ക് കൊത്തി കൊടുത്തിട്ടുണ്ട്. സ്റ്റിക്കിൽ നിന്ന് മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കോട്ടൺ കൊണ്ട് അധികം ടൈറ്റ് ചെയ്യാതെ ലൂസായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ സെമി ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് പേപ്പർ പ്ലാന്റ്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഷെയ്ഡിലേക്ക് മാറ്റി വയ്ക്കുക. അതുപോലെ ഡയറക്റ്റ് ലീവ്സിൽ വെയിലടിക്കുകയാണെങ്കിൽ ഇലകൾ പൊള്ളിപ്പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.